1934 ജനുവരി 22 തിരുവനന്തപുരം ജില്ലയിലെ ആറന്മുളയിൽ ജനിച്ചു. കവിയും സ്വാതന്ത്ര്യസമര സേനാനിയും ആയിരുന്നു പിതാവ് ബോധേശ്വരൻ. അച്ഛന്റെ രാജ്യസ്നേഹവും സഹജീവികളോടുള്ള അനുകമ്പയും പകർന്നു കിട്ടിയ മകൾ. എഴുത്തും വായനയും നിറഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് സുഗതകുമാരി വളർന്നത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ MA ബിരുദം നേടി. സ്വന്തം പേരിൽ കവിത പ്രസിദ്ധീകരിക്കാൻ ഭയന്ന കള്ളപ്പേരിൽ കോളേജ് പഠനകാലത്ത് എഴുതി തുടങ്ങി. 1950-51 കാലഘട്ടത്തിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരത്ത് ഒരു കവിതാ മത്സരം നടത്തി. ശ്രീകുമാർ എന്ന പേരിൽ വിധികർത്താക്കൾക്ക് ലഭിച്ച കവിതയ്ക്ക് 1ാം സമ്മാനം. ശ്രീകുമാർ തന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ വിധികർത്താക്കളിൽ ഒരാളായ അച്ഛൻ അത് ക്യാൻസൽ ചെയ്തു. പിന്നീട് ഇതേ പേരിൽ മാതൃഭൂമിയിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചു. ശ്രീകുമാറിൽ നിന്നും സുഗതകുമാരിയെ പുറത്തെത്തിച്ചത് EV കൃഷ്ണവാര്യരാണ്. ടീച്ചറുടെ കവിതകളിൽ ഒരു കൃഷ്ണഭാവം നിറഞ്ഞു നിന്നിരുന്നു. 1968 പാതിരാപ്പൂക്കൾ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1973 സൈലന്റ് വാലി പ്രക്ഷോഭമാണ് സുഗതകുമാരിയുടെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയത്. കവയിത്രിയിൽ നിന്നും പരിസ്ഥിതി സംരക്ഷകയിലേക്ക്. അവിടെ ടീച്ചറുടെ കവിതയ്ക്ക് പുതിയൊരു നാമ്പ് മുളച്ചു. പിന്നീട് എഴുതിയതെല്ലാം പ്രകൃതിക്കു വേണ്ടി. ചൂഷിതയാകുന്ന പ്രകൃതി, നശിപ്പിക്കപ്പെടുന്ന പുഴ, മണ്ണ്, വെട്ടി നശിപ്പിക്കപ്പെടുന്ന കാടുകൾ, മരങ്ങൾ, അങ്ങനെ. കേരള കൗമുദിയിൽ സൈലന്റ് വാലി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധേയമായ മഴ വീണുകൊണ്ടിരിക്കുന്നു, വൈകിപ്പോയി എന്ന ലേഖനം പ്രസിദ്ധീകരിച്ചു. എഴുത്തും പേനയും മാറ്റിവെച്ച് ടീച്ചർ ശക്തമായി സമരമുഖത്തേക്ക് ഇറങ്ങി. സൈലന്റ് വാലിയെ നശിപ്പിക്കുന്ന കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ടിനെതിരെ ശക്തമായി പോരാടി. ഒടുവിൽ ആ നിത്യഹരിത വനത്തെ വിപത്തിൽ നിന്നും രക്ഷിച്ചു. പിന്നീടങ്ങോട്ട് തോറ്റതും ജയിച്ചതുമായ അനേകം സമരങ്ങൾ. ജീരകപ്പാറയും ഒലിപ്പാറയും അച്ചൻകോവിലും കൂടൻകുളവും വിളപ്പിൽ ശാലയും മുതൽ ആറന്മുള വരെ എത്തി നിൽക്കുന്ന ടീച്ചറുടെ സമരജീവിതം. പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളുടെ മുഖമായി മാറി സുഗതകുമാരി ടീച്ചർ. 1978 രാത്രിമഴ എന്ന കവിതയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1985 ഊളൻപാറ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികളുടെ ദുരവസ്ഥ കണ്ടറിഞ്ഞപ്പോൾ അടങ്ങിയിരിക്കാനായില്ല ടീച്ചർക്ക്. പിന്നെ ജാഥയായി, സമരമായി, ഒടുവിൽ നരേന്ദ്രൻ കമ്മീഷൻ വരെ എത്തി. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടവർക്കും അനാഥർക്കും ഒരു തണലുണ്ടായി, അഭയഗ്രാമം. ഇന്ന് അഭയഗ്രാമത്തിന് 7ഓളം ശാഖകളുണ്ട്. തുടർന്ന് സ്ത്രീകൾക്കു വേണ്ടി അത്താണി എന്ന ഭവനം, മാനസിക രോഗികൾക്കായി പരിചരണാലയം എന്നീ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. സ്ത്രീകളുടെ പ്രശ്ന പരിഹരണത്തിനായി സദാ സന്നദ്ധയാണ് ടീച്ചർ. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പളായിരുന്നു. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷയായി സേവനമനുഷ്ഠിച്ചു. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ബാലമാസികയായ തളിരിന്റെ ചീഫ് എഡിറ്ററാണ് ഇപ്പോൾ സുഗതകുമാരി ടീച്ചർ. ഭർത്താവ് പരേതനായ ഡോക്ടർ K വേലായുധൻ നായർ, മകൾ ലക്ഷ്മി. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പ്രവർത്തന മികവാണ് ടീച്ചറുടെ കരുത്ത്. സാഹിത്യ പാരിസ്ഥിതിക രംഗത്തെ മികവിന്റെ അടയാളമായി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി അനവധി പുരസ്കാരങ്ങൾ. പ്രകൃതി സംരക്ഷണ യത്നങ്ങൾക്കുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ആദ്യത്തെ ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ത അവാർഡ്, സാമൂഹ്യ സേവനത്തിനുള്ള ജംസർ അവാർഡ് എന്നിവയ്ക്കും സുഗതകുമാരി അർഹയായി. 2006 രാഷ്ട്രം പത്മശ്രീ പുരസ്കാരം നൽകിയും ശ്രീമതി സുഗതകുമാരിയെ ആദരിച്ചു. 2013 മണലെഴുത്തിന് സരസ്വതി സമ്മാൻ ലഭിച്ചു. പ്രായം തളർത്താത്ത സ്ത്രീ ശക്തിയുടെ ഉദാത്ത മാതൃകയായി സുഗതകുമാരി ടീച്ചർ ഇന്നും നമുക്ക് മുന്നിലുണ്ട്. പുതുതലമുറയോട് ടീച്ചർ ഒന്നേ പറയുന്നുള്ളൂ: അഭിമാനമുള്ളവർ ആകുക, കാരുണ്യവും സത്യവും ഉള്ളവരായി മാറുക. അമ്പലമണിയായി, രാത്രിമഴയായി, തുലാവർഷ പച്ചയായി ടീച്ചർ ഇന്നും ഒരു നന്മ. Download Moj.